ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അശ്വിൻ ടോം സോണി. ഞാൻ പഠിച്ചതും വളർന്നതുമൊക്കെ ദുബായിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് ഓഫ് ക്രൈസ്റ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി. അപ്പോൾ എനിക്ക് മാതാവ് ഇതുവരെ എനിക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഇതുവരെ നടത്തി തന്നിട്ടുണ്ട്. എനിക്ക് പ്രത്യേകമായിട്ട് 3 അനുഗ്രഹങ്ങളാണ് നടത്തി കിട്ടിയിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, ആദ്യമേ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ അമ്മ ഇതേപോലെ 2020 തൊട്ട് കൃപാസനം വീഡിയോസൊക്കെ കാണുമായിരുന്നു യൂട്യൂബിൽ. അപ്പം ഞാൻ അമ്മേനെ കളിയാക്കുമായിരുന്നു, ഇതൊക്കെ തട്ടിപ്പാണ്, അമ്മ ഒരിക്കൽ ഇത് അറിയും, എന്നിട്ട് അമ്മ ഇതിനെക്കുറിച്ച് തെണ്ണിക്കും, ഇതൊക്കെ ഉടായിപ്പുകളാണെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നിട്ട് അമ്മ എനിക്ക് വേണ്ടി 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നിട്ട് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം ഞാനതൊരു കോയിൻസിഡൻ്റ് ആയിട്ടാണ് എടുത്തത്. അതല്ലെങ്കിലും പാസ്സാവേണ്ട കാര്യമാണ്, അത് കാരണം അങ്ങനെ നടന്നു പോയി എന്നോർത്തു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ UAE ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ UAE ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് ലോകത്തിൽ, ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെ വേണമെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു നാട്ടിലെ 2-2.5 ലക്ഷം രൂപ വരും സ്റ്റാർട്ടിങ് തന്നെ. ഓരോ ഫെയിൽ ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓരോ ലക്ഷങ്ങൾ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒന്നും കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷേ എൻ്റെ കോളേജ് സ്റ്റാർട്ട് ചെയ്യാറിൻ്റെ സമയമായപ്പോഴും എൻ്റെ ടെസ്റ്റൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ RTA പാർക്കിംഗ്, റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പാർക്കിംഗ് ടെസ്റ്റ് ഞാൻ ആദ്യമേ ഫെയിലായി. അപ്പോൾ ഇത് ഫെയിലായി കഴിഞ്ഞ് സാധാരണ അടുത്ത റീടെസ്റ്റ് കിട്ടുന്നത് 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു. എസ്പെഷ്യലി ഞാൻ പോയത് ഈദിൻ്റെ സമയത്തായിരുന്നു. അപ്പം അവിടെ പബ്ലിക് ഹോളിഡേ അത് കാരണം എസ്പെഷ്യലി മോർ ലാഗ് ആവും. പക്ഷേ ഒരു മിറക്കിൾ പോലെ എനിക്ക് അന്ന് തന്നെ റീടെസ്റ്റ് കിട്ടി. ആ റീടെസ്റ്റ് അന്ന് തന്നെ ഞാൻ പാസ്സാവുകയും വീട്ടിൽ പോയിട്ട് ഞാൻ അമ്മയെടുത്ത് പാസ്സായെന്ന് പറയും ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പം ഇത് എനിക്ക് അന്ന് തന്നെ കിട്ടാൻ ചാൻസ് എൻ്റെ കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാവിനടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഫെയിലായിട്ടും ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനടുത്ത്, മാതാവേ ഒരു വഴി കാണിച്ചു തരണേ, എനിക്ക് പോകുന്നതിന് മുന്നേ ഇത് തീർക്കാനുള്ള കൃപ തരണേ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, പോയി ഓഫീസിൽ പോയി ചോദിക്കുക, ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പോയി ചോദിച്ചു. അപ്പം തന്നെ അറബി ഓക്കെ വന്നു, പോയി ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വരാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ടെസ്റ്റ് നടക്കുന്നത് ഞാൻ നാട്ടിലോട്ടേക്ക് പഠിക്കാൻ വരുന്നതിൻ്റെ തലേ ദിവസമാണ്. അടുത്ത ടെസ്റ്റ് ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നത് ഓഗസ്റ്റ് 11-ാം തീയതി കഴിഞ്ഞിട്ടാണ്. ഞാൻ ഓഗസ്റ്റ് 11-ാം തീയതി രാത്രി ഫ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഓഗസ്റ്റ് 11-ാം തീയതി എനിക്ക് ഫൈനൽ ടെസ്റ്റ് കിട്ടി. ഞാൻ അന്ന് തന്നെ അതും ക്ലിയറായി. അപ്പം ഇതൊക്കെ നടക്കുന്നത് എൻ്റെ അമ്മയുടെ ഉടമ്പടി വഴിയാണ്, എൻ്റെ ഉടമ്പടിയിലല്ല ഇതൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയത്, ഞാൻ ക്രൈസ്റ്റിൽ വന്ന് പഠിക്കാൻ ചേർന്നപ്പം ഇംഗ്ലീഷ് അല്ലാണ്ട് ഫ്രഞ്ച് പഠിക്കാമെന്നോർത്ത്, ഞാൻ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാം എന്നോർത്തൊരു സെൻസിൽ ഞാൻ വേറൊരു ലാംഗ്വേജ് എടുത്തു. അപ്പം ക്രൈസ്റ്റിൽ 3 CIA ഉണ്ട്, കണ്ടിന്യൂസ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്. അപ്പം 3 CIAയിൽ 2 CIA പൊട്ടിക്കഴിഞ്ഞാൽ ഇവഞ്ച്വലി ഒരു സപ്ലിയാണ് വരിക. ഞാൻ ഓൾറെഡി 2 എണ്ണം ഫെയിലായി, 3ാമത്തത് ജസ്റ്റ് പാസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ടെസ്റ്റും സെമസ്റ്റർ എക്സാമിനും എനിക്കൊരു ജസ്റ്റ് പാസ്സാവണം ഉള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഇരുന്നത്. എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി, എനിക്ക് മനസ്സിലായി ഞാൻ ഫെയിലായി. ഫ്രണ്ട്സൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം അവർക്കൊക്കെ പാസ്സാവുന്നുണ്ട്, ഞാൻ എഴുതിയതെല്ലാം തെറ്റുമാണ്. ഞാൻ വിശ്വാസത്തോടെ അന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, മാതാവ് എനിക്ക് അന്ന്, ഞാൻ കാശുരൂപം വെച്ചാണ് ഓപ്പൺ ചെയ്യുന്നത് എക്സാം റിസൾട്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഞാൻ പാസ്സുമായി. അതോടൊപ്പം തന്നെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. പിന്നെ അന്നത്തെ തൊട്ട് എല്ലാ സെമ്മും എനിക്ക് 10% വെച്ച് എല്ലാ സെമസ്റ്ററിലും എനിക്ക് പെർസെൻറ്റേജ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതും നടന്നത് എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ വന്നു. അപ്പോൾ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ വന്ന് കാണാമെന്ന് ഓർത്തു. വന്ന് കണ്ടപ്പോഴും എനിക്കിവിടെ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ രീതികളെല്ലാം കണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഉടായിപ്പാണ്, എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്, പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കില്ല എന്ന് ഞാൻ അമ്മയടുത്ത് തീർപ്പിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, നീ നോക്കിക്കോ, മാതാവ് നിന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിക്കും, നീ അത് കണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വെല്ലുവിളിച്ചില്ല, എടുക്കത്തില്ല. അമ്മ നോക്കിക്കോ, ഞാൻ എടുക്കില്ല, ഉടമ്പടി എടുക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കോഴ്സോട് കൂടെ തന്നെ ഞാൻ ACC ചെയ്യുന്നുണ്ട്, UK ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കോഴ്സ്. അപ്പോൾ ഓൾറെഡി എനിക്ക് 9 പേപ്പർ എക്സംഷൻസ് ഉണ്ട്, ഇനി 4 പേപ്പർ എഴുതിയാൽ മതി. അപ്പം ഞാൻ ഒരു പേപ്പർ ഇതേപോലെ പോയി കൊടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ. അപ്പം ഞാൻ പോയി കൊടുത്തു. എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഫെയിലായി, 43 മാർക്ക് കിട്ടി, ഫെയിലായി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള വിശ്വാസം ഇല്ലായിരുന്നു. ഞാൻ പറയുമായിരുന്നു, പാസ്സാവുകയാണെങ്കിൽ പാസ്സാവട്ടെ, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല ഉള്ള രീതിയിലായിരുന്നു. ബട്ട് അത് ഞാൻ ഫെയിലായി കഴിഞ്ഞു. അങ്ങനെ ഞാൻ ജൂലൈ 21-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തു കോളേജിൽ നിന്ന് തന്നെ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചെടുത്ത് ഉടമ്പടി പാലിച്ച് നോക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ എടുത്തു. അപ്പം ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തു, സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഫ്രണ്ടിനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു.
ഞാൻ ഈ എക്സാം റീ അറ്റംപ്റ്റ് കൊടുത്തു. സെപ്റ്റംബർ 4-ാം തീയതി റീ അറ്റംപ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 4-ാം തീയതി റീ അറ്റംപ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിനെ കാട്ടി മോശമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് 40 മാർക്ക് പോലും എത്തോളം കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്നിങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പം എനിക്ക് 52 മാർക്ക് കിട്ടും എന്നെൻ്റെ ഫ്രണ്ടിന് മാതാവ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പോലെ തോന്നി. അതേപോലെ ആ ഡേറ്റും റിസൾട്ട് വരുന്ന ഡേറ്റും കാണിച്ച് 52 മാർക്ക്. അപ്പം ഞാൻ ഈ 52 മാർക്ക് എഴുതി ഞാൻ എൻ്റെ രൂപത്തിൻ്റെ അടിയിൽ വെച്ച് അതെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഒക്ടോബർ 14-ാം തീയതി റിസൾട്ട് വരുന്നു. ഒക്ടോബർ 14-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ് 52 മാർക്കിന് ഞാൻ പാസ്സാവുകയും ചെയ്തു. അപ്പം ഇതൊക്കെ നടക്കുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ റിസൾട്ടിൻ്റെ മുന്നേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനം സാംസ് 90:14, സാറ്റിസ്ഫൈ അസ് ഇൻ യുവർ മോർണിംഗ് വിത്ത് യുവർ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ദാറ്റ് വി മേ ബി ഗ്ലാഡ് ആൻഡ് റിജോയ്സ് ഓൾ അവർ ഡേയ്സ്. പ്രഭാതത്തിൽ തന്നെ ദൈവം നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയട്ടെ, അപ്പോൾ ആയുഷ്കാലം മുഴുവൻ നമുക്ക് ആശ്വസിക്കാം. അപ്പം ഈ വചനം ഓൾറെഡി ഞാൻ പഠിക്കാൻ തുടങ്ങിയതിന് മുന്നേ എനിക്ക് കിട്ടി. ഞാനത് എഴുതി വെച്ചതാണ്, പക്ഷേ ഞാൻ ആ വചനം പിന്നെ നോക്കിയിട്ടേ ഇല്ല. പക്ഷേ ഈ റിസൾട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ എനിക്കിത് മനസ്സിലായി. അപ്പം ഞാനിത് എൻ്റെ രീതിയിലൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നോക്കി. എൻ്റെ റിസൾട്ട് വരുന്നത് രാവിലെ 4 മണിക്കാണ് UK ടൈമിൽ. അപ്പോൾ 4 മണിക്ക് വരും. അപ്പോൾ സാറ്റിസ്ഫൈ അസ് ഇൻ മോർണിംഗ് വിത്ത് യു സ്റ്റെഡ് ഫാസ്റ്റ് ലവ്. അപ്പോൾ രാവിലെ തന്നെ ഈശോ എനിക്കിത് നടത്തി തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ച മുന്നേ ഞാനിത് പ്രാർത്ഥിച്ചു, എനിക്ക് വചനം കിട്ടി. അപ്പോൾ അന്ന് തന്നെ ഞാനിത് നന്ദി പറഞ്ഞ് ഞാൻ സ്തുതിക്കുമായിരുന്നു ഈശോ അടുത്ത്. റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ നന്ദി പറഞ്ഞ് സ്തുതിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത് മാറി അന്ന് തൊട്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞിട്ട് നന്ദി പറയുന്നതല്ല. വിശ്വാസം എന്ന് പറയുന്നത് അതിന് മുന്നേ തന്നെ അത് കിട്ടി എന്നോർത്ത് പറഞ്ഞ് നന്ദി പറയുന്നതായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ മൂന്നും ആയിരുന്നു എൻ്റെ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുള്ളത്. ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം എനിക്ക് നടത്തി തന്നിട്ടുണ്ട് മാതാവ്. ഇതുവരെയായിട്ട് ഒന്നും എനിക്ക് നടത്തി തരാണ്ടിരുന്നിട്ടില്ല. നമ്മളൊരു ഇപ്പം നമ്മൾ അപ്പൻ്റെ അടുത്ത് പോയി ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വേഗം സാധനം കിട്ടത്തില്ല. നമ്മൾ അമ്മ വഴി ഒരു ഗേറ്റ് ത്രൂ ആണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ അമ്മയടുത്ത് നമുക്കൊരു കാര്യം വേണമെങ്കിൽ നമ്മൾ അമ്മയടുത്ത് പോയി പറയും, ഇതേപോലെ എനിക്കൊരു കാര്യം വേണം, അപ്പോൾ എനിക്ക് നടത്തി തരും. അപ്പോൾ അമ്മ നമ്മളെ വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ചെയ്താലേ അമ്മ നമുക്ക് അത് സാധിച്ചു തരുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെയും മാതാവിനോട് പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് ഈശോ അടുത്ത് ഡയറക്റ്റ് പോകാൻ ഇച്ചിരി ഈസി ആവും. അപ്പം ഈ ഉടമ്പടിയൊക്കെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് അത് വിശ്വാസത്തോടെ ചെയ്യുമ്പം മാതാവ് അത് ഡെഫിനറ്റ്ലി ചെയ്തു തരും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് കിട്ടി. അപ്പോൾ ഇനി മുതൽ ഞാൻ എന്നും ഉടമ്പടിയിലായിരിക്കും എന്നുള്ളൊരു ഉറപ്പും ഞാൻ മാതാവിന് കൊടുത്തു. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. ഈ കോഴ്സ് ചെയ്യുമ്പം ഓൾമോസ്റ്റ് ഒരു പേപ്പറിന് തന്നെ 30,000 25,000 അബവ് ആണ് ഒരു പേപ്പറിന്. അപ്പോൾ ഇതിൻ്റെ കോച്ചിങ് അതിലും ഡബിളാവും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമായിരുന്നു. ഞാൻ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് എക്സ്ട്രാ ടൈം കൊടുത്ത് ഞാൻ പഠിപ്പിച്ചു. അവരെല്ലാവരും പാസ്സായി. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് 11 പേര് കൊടുത്തു, 8 പേര് പാസ്സായി, 6 പേര് ഞാൻ പഠിപ്പിച്ചാണ്, 6 പേരും പാസ്സായി. ഇതായിരുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ മീഡിയ വഴി ലിങ്ക് സെൻഡ് ചെയ്യുമായിരുന്നു. എല്ലാ ധ്യാനത്തിൻ്റെയും വീഡിയോസ് ഞാൻ സെൻഡ് ചെയ്യും, സാക്ഷികളും എല്ലാം ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. എൻ്റെ പുറത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു.